നമസ്കാരം, ഞാൻ ബീന വിജയൻ. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി ഉണ്ടാക്കുന്നത് കനലിൽ ചുട്ട് അമ്മിക്കല്ലിൽ ഇടിച്ച് ആ രീതിയിലാണ് സാധാരണ ഇടിയിറച്ചി പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കും ബാച്ചിലേഴ്സിനുമൊക്കെ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഇടിയിറച്ചി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഇടിയിറച്ചിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉണങ്ങിയ ഇറച്ചി 5-8 പീസ്, ഒരു സവാള അല്ലെങ്കിൽ കുഞ്ഞു ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ. ഈ പച്ചമുളകിന് പകരം വറ്റൽ മുളകും ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉണങ്ങിയ ഇറച്ചി 8 മണിക്കൂറോളം ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട്. ഇവിടെ സാധാരണ ഇത് ഉണങ്ങിയ ഇറച്ചി ചെയ്യുന്നത് കനലിൽ ചുട്ടെടുത്ത് അമ്മിക്കല്ലിൽ കുത്തി ചതച്ച് കീറിയെടുത്ത് മുളക് പുരട്ടി ഉണ്ടാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ. അപ്പോൾ അതിനെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആ രുചിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാനൊരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടിരിക്കുന്ന ഇറച്ചിയാണ്. ഇനി ഇതിനെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇടണം. അധികം ഒന്നിച്ചെല്ലാം കൂടെ ഒന്നിച്ചിടരുത്. 2, 3, 4 പീസായിട്ടൊക്കെ ഇടാവുള്ളൂ. അല്ലെങ്കിൽ മിക്സിയുടെ ബൗളിന് തകരാറ് വരും. പിന്നെ ഇത് എടുത്ത് നമ്മളിങ്ങനെ ത്രൂ ഔട്ടായിട്ട് അടിക്കരുത്. നിർത്തി ഇടയ്ക്കിടയ്ക്ക് അടിക്കണം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല കീറി വന്നിട്ടുണ്ട്. ഒരുപാട് അരയാൻ പാകത്തിന് അടിക്കരുത്. നിർത്തി ഇടയ്ക്ക് തുറന്ന് നോക്കി ഇട്ട് വേണം അടിക്കാനായിട്ട്. അങ്ങനെ ഇത് എല്ലാം നമുക്ക് അടിച്ചെടുക്കാം. നമ്മൾ ബീഫ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ഇത് കല്ലിൽ കുത്തി ചതച്ച് കീറി എടുക്കുകയാണ്. ഇത് നമ്മൾ മിക്സിയിൽ ഈ ലെവലിൽ അരയാത്ത രീതിയിൽ അടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സവാള ഉള്ളി, 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. സവാള ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി ഇടുന്നതാണ് കൂടുതൽ രുചി. അത് അവരവരുടെ ഇഷ്ടം പോലെ ഇടാൻ കേട്ടോ. ഇനി അതിനെ നമ്മളൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബീഫിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ഇടേണ്ടതുണ്ട്. കറിവേപ്പില, പിന്നെ ഇതിനാവശ്യമായ എരിവുള്ള മുളക്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ഇടാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾ ഇടണം. മഞ്ഞൾ കുറച്ച് ഇടണം, ഒരു 1/2 ടീസ്പൂൺ ഇടണം. കുറച്ച് ഗരം മസാല ഇടണം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം ഇപ്പോൾ കുരുമുളക് മുന്നിൽ കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ഇടാം. ഇതെല്ലാം അവരവരുടെ ഇഷ്ടം പോലെ ഇടാം. പിന്നെ ഇത് ഉപ്പിട്ട് ഉണങ്ങിയ ബീഫാണ്. പക്ഷെ നമ്മളിത് വെള്ളത്തിൽ 8 മണിക്കൂർ കുതിർത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പെല്ലാം
കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അത് കണ്ട് കുറച്ച് ഉപ്പ് എന്തായാലും വേണ്ടി വരും. അത് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇത് നന്നായി തിരുമ്മിയെടുക്കണം. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത ഉള്ളിയുടെ നീരും എല്ലാം ബീഫിലേക്ക് നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ കറിവേപ്പിലയുടെ മണവും കുരുമുളകും എല്ലാം ഇട്ട് ഇത് നല്ല രീതിയിൽ തിരുമ്മിയെടുക്കുക. ഇതുപോലെ ഒരു ഗ്ലൗസ് ഇടുകയാണെങ്കിൽ കൈ മുളകൊക്കെ ഇട്ട് തിരുമ്മുമ്പം നമുക്ക് കൈക്ക് വേദനയില്ലാതിരിക്കാം. ഇതുപോലെ നന്നായി തിരുമ്മിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് ഇതിങ്ങനെ തിരുമ്മി, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി. ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടി വേണം ഇത് തിരുമ്മി വെക്കാനായിട്ട്. ഇതിനി ഇപ്പം ഈ വെളിച്ചെണ്ണയെ തിരുമണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ഇത് തിരുമ്മി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. പിന്നെ എല്ലാം നല്ല രീതിയിൽ ആ ഉള്ളിയുടെ വെള്ളം എല്ലാം ആ ചിക്കനിലേക്ക് ചേർക്കട്ട രീതിയിൽ ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ പൊത്തി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. നമ്മൾ ഇതിലേക്ക് ആവശ്യമായ മുളകും മഞ്ഞളും ഗരം മസാല, ഉപ്പ്, കുരുമുളക്, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ ഇത്രയും ഇട്ട് നല്ല രീതിയിൽ ഇത് തിരുമ്മി ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നു. ഇനി ഇത് നമുക്ക് ഒരു ഫ്രൈ പാനോ ചീനച്ചട്ടിയോ വെച്ച് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് മുരിച്ച് എടുക്കുകയാണ്. ഇത് ഒരു വട്ടം കഴിച്ചിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോൾ ശരിക്കും നാവിൽ വെള്ളം ഊറും. പിന്നെ ഇത് ഉണക്കിയെടുക്കേണ്ട വിധമൊക്കെ ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഇനി ഇത് നമ്മളെല്ലാം തിരുമ്മി 15 മിനിറ്റ് നേരം വെച്ചിരുന്നു. ഇനി ഇതിനെ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇത് മുരിഞ്ഞു വരത്തക്ക രീതിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിപ്പോൾ എത്ര സ്പൂൺ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ആവശ്യത്തിന് മുരിഞ്ഞു വരുന്നതാണ് കണക്ക്. കുറച്ചൊഴിക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യാനുസരണം പിന്നീട് ഒഴിച്ചാലും മതി. ഇതിലേക്ക് നമ്മൾ ഈ തിരുമ്മി വെച്ചതെല്ലാം കൂടി അങ്ങ് ഇടുവാണ്. ആദ്യം ഇടാം. ഇത് ഇടത്തരം തീയില് പതുക്കെ കിടന്ന് മുരിഞ്ഞു വരണം. തീ കൂട്ടിയിട്ട് പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കുന്നതിനോട് അതിനല്ല രുചി കൂടുതൽ. ഇത് ചെറിയ തീ കിടന്ന് പതുക്കെ മുരിഞ്ഞ് വരും. ഇപ്പം ഈ ബീഫ് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഒട്ടും നെയ്യില്ലാത്ത, പശലയൊന്നും ഒട്ടും ഇല്ലാത്ത നല്ല തുണ്ടൻ കഷ്ണം ബീഫ് മേടിച്ചിട്ട് അതിനെ സ്ലൈസാക്കി കട്ടി കുറഞ്ഞ് സ്ലൈസാക്കണം. വളരെ കട്ടി കുറഞ്ഞാണ്. അതിനകത്തേക്ക് ഉപ്പും നന്നായി കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞളും തിരുമ്മിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈച്ച വന്നിരിക്കാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൊതുകിൻ്റെ നെറ്റില്ലേ, അത് മേടിക്കാൻ കിട്ടും. അത് അടിയിൽ വിരിക്കുക, മേളിലും വിരിക്കുക. ഇത് അടിയിൽ വിരിച്ചതിന് ശേഷം ഇത് ഈ പീസുകളെല്ലാം നിരത്തി വെച്ചതിന് ശേഷം
മേളിലും ഒരു ലെയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അടിയിൽ നിന്നും ഈച്ച വരരുത്, മേളിൽ നിന്നും ഈച്ച വരരുത്. ഈച്ച വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പുഴു വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇതിന് ട്രൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചതിന് ശേഷം ഉണങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതെടുത്ത് അങ്ങനെ തന്നെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലൊരു പാത്രത്തിൽ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു മണം വരും. നല്ല വെയിലുള്ള സമയത്ത് 2-3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. നല്ല വെയിലാണെങ്കിൽ അത് കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ട് വേണം ഇത് ഉപ്പും മഞ്ഞളും പുരട്ടി വെയിലത്ത് വെക്കാനായിട്ട്. പിന്നീട് നന്നായി ഉണങ്ങി നമുക്ക് ടിന്നിലിട്ട് സൂക്ഷിക്കാം, തണുത്ത് പോകാതെ പൂപ്പലൊന്നും കയറാതെ ടിന്നിനകത്ത് സൂക്ഷിക്കാം. പിന്നെന്താ ഇതിനെക്കുറിച്ച് പറയാം. ഇതുപോലെ ആകുമ്പോൾ കുറച്ചും കൂടി എണ്ണ വേണം തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഉള്ളത് കൊണ്ട് എത്രമാത്രം ഈ എണ്ണ വലിച്ചെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കുറച്ച് എണ്ണ, ഇനിയിപ്പോൾ ഇതിന് കുറച്ച് എണ്ണയും കൂടെ ആവശ്യമാണ്. ഞാനത് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്, എന്നാലേ അത് ശരിക്കും മുരിഞ്ഞു വരുള്ളൂ. ഇവിടെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ഒന്നും ആവാൻ അത്ര ശ്രദ്ധിച്ചാൽ ഇത് ആ ടേസ്റ്റിൽ മുരിഞ്ഞു വരില്ല. തീ നന്നായി കുറഞ്ഞിട്ടുണ്ട്, കുറച്ചിട്ടേക്കാം. ഇനി ഇത് മുരിഞ്ഞ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആവശ്യാനുസരണം മുരിയണനുസരിച്ച് അടി പിടിക്കാതെയൊക്കെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. പിന്നെ എണ്ണ കുറവാണെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊക്കെ അവരവർക്ക് ആവശ്യമുള്ള ഇത് ഒഴിക്കാം. ബീഫിന് എപ്പോഴും മാച്ചായി വരുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കീറിയിട്ടു. ഇതിപ്പോൾ പച്ചമുളക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം. അത് അവരവരുടെ ഇഷ്ടത്തിന്, പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ രുചിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇപ്പം ഞാനിവിടെ പച്ചമുളക് കീറിയിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇങ്ങനെ പാത്രത്തിലിങ്ങനെ വയ്ക്കുമ്പോൾ കിലെങ്കിലും എന്നുള്ളൊരു സ്വരം നന്നായിട്ട് മുരിഞ്ഞു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതൊരു വട്ടമെങ്കിലും ഇത് കഴിച്ചിരിക്കണം. അതിൻ്റെ ടേസ്റ്റ് നാവിൽ വിട്ടിരിക്കണം. പിന്നീട് ഇത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അതൊന്നും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. തീർച്ചയായിട്ടും ഇതൊക്കെ പഴയ രുചികളാണ്. ഈ രുചികളൊന്നും മിസ്സാക്കരുത്. പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇപ്പോഴുള്ള അമ്മമാർ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ ഇടിയിറച്ചി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത ജനറേഷനിലെ പിള്ളേരും ഈ രുചി മനസ്സിലാക്കട്ടെ.